If you look surrounding, you can see the rocks of different colors and hardness. നമ്മുടെ പരിസ്ഥിതി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പല കളറിലും പല ഹാർഡ്നെസ്സിലുള്ള റോക്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ശിലകളുടെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. ഘടകങ്ങളെന്ന് പറയുമ്പോൾ മിനറൽസാണ്. ദ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് റോക്സ് ആർ കാൾഡ് മിനറൽസ്. അപ്പോൾ മിനറൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റോക്സുകളെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞത് സിലിക്ക, പിന്നെ പറയുന്നത് ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. മോർ ദാൻ 2000 മിനറൽസ് സച്ച് ആസ് സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കൾ 2000-ലധികം ധാതുക്കൾ നമ്മുടെ ഭൂമിയിലുള്ളതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദൻ മോർ ഫോംഡ് റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. റോക്സുകളെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇഗ്നീഷ്യസ് റോക്സ് എന്നും, സെഡിമെൻ്ററി റോക്സ് എന്നും, മെറ്റമോർഫിക് റോക്സ്. എന്താണ് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്? ആഗ്നേയശില എന്നറിയപ്പെടുന്നുണ്ട്. സെഡിമെൻ്ററി റോക്സ് എന്നറിയപ്പെടുന്നത് അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നുണ്ട്. മെറ്റമോർഫിക് റോക്സ് എന്നറിയപ്പെടുന്നത് കായാന്തരിത ശിലകൾ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. നമ്മൾ അടുത്ത് പഠിക്കുന്നത് റോക്സിൻ്റെ 3 ടൈപ്സുകളെ കുറിച്ചാണ്. ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഗ്നീഷ്യസ് റോക്സ് എന്നറിയപ്പെടുന്നുണ്ട്, സെഡിമെൻ്ററി റോക്സ് എന്നറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്സ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഇഗ്നീഷ്യസ് റോക്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആഗ്നേയശിലകൾ എന്നറിയപ്പെടുന്നത്? ഇഗ്നീഷ്യസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മെൽട്ടൺ റോക്സ് മെറ്റീരിയൽസ് റൈസിംഗ് ത്രൂ ദ ഫീസിയോർ ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾഡിഫൈയിങ് എയ്തർ on the surface of the earth or within the crust itself. An example ഗ്രാനൈറ്റ് എന്നും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബസാൾട്ട് എന്നും അറിയപ്പെടുന്നു. എന്താണ് ഇഗ്നീഷ്യസ് റോക്സ് അല്ലെങ്കിൽ അഗ്നേയശിലകൾ എന്നറിയപ്പെടുന്നത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ച് ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ് എന്നും ബസാൾട്ട് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞത് റോക്സ് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദ ഇഗ്നീഷ്യസ് റോക്സ്. ദേ ആർ കാൾഡ് എന്തെന്നറിയപ്പെടുന്നു, പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയശിലകൾ എന്തെന്നറിയപ്പെടുന്നുണ്ട്, പ്രാഥമിക ശിലകളെന്നും അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് എന്നറിയപ്പെടുന്നു. റോക്സ് അണ്ടർഗോ വെതറിങ് in the course of time. This debrisings of the formed will be deposited in the low regions as layers. These materials gradually get lithified and transformed into a sedimentary rocks. എക്സാമ്പിൾ എന്നറിയപ്പെടുന്നത് സാൻഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നു, ലൈം സ്റ്റോൺ. അതായത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നുണ്ട്. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലെ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലുള്ള അവസാദ ശിലകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാറുന്ന ശിലകൾ എന്തെന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ എന്താണ് സെഡിമെൻ്ററി റോക്സ് എന്നറിയപ്പെടുന്ന റോക്സ് അണ്ടർഗോ ദ വെതറിങ് ഇൻ ദ കോഴ്സ് ഓഫ് എ ടൈം. The debrisings of the formed will be deposited in the low regions as a layers. These materials gradually get lithified and transformed into a sedimentary rocks. എക്സാമ്പിൾ എന്നറിയപ്പെടുന്നത് മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും എന്നറിയപ്പെടുന്നുണ്ട്. അതായത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലെ പാളികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്, വിവിധ തരം അവസാദങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞ് പറഞ്ഞാൽ പാളികളായി രൂപം കൊള്ളുന്നത് അവസാനങ്ങൾ എന്തെന്നറിയപ്പെടുന്നു, അടുക്കുശിലകളെന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെന്നറിയപ്പെടുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നു. സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലെങ്കിൽ അടുക്കുശിലകൾ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നു. ദിസ് സെഡിമെൻ്ററി റോക്സ് ആർ ഫോംഡ് ഇൻ എ ലെയേഴ്സ് മീൻസ് പാളികളായിട്ട്. ദേ ആർ ആൾസോ നോൺ ഓസ് അല്ലെങ്കിൽ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലെങ്കിൽ എന്തെന്ന് അടുക്കുശിലകളെന്ന് അറിയപ്പെടും. അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് മെറ്റമോർഫിക് റോക്സ് അല്ലെങ്കിൽ എന്തെന്നറിയപ്പെടും കായാന്തരിക ശില എന്ന് അറിയപ്പെടുന്നത്. വെൻ റോക്സ് അണ്ടർഗോ physical and chemical changes due to the high temperature and pressure, metamorphic rocks are formed. മെറ്റമോർഫിക് റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ആണ് ശിലകൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭൗതികമായോ രാസപരമായിട്ടോ മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഇങ്ങനെ വിധേയമാവുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത് കായാന്തര ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് എന്ന് അറിയപ്പെടും. എക്സാമ്പിൾ മാർബിളും പിന്നെ ഇതാണ് സ്ലാറ്റ് എന്നറിയപ്പെടും. മെറ്റമോർഫിക് റോക്സ് ആർ ദ പ്രോമിനൻറ്റ് ഇൻ കേരള. കായാന്തര ശിലകൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നു ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് വെതറിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അപക്ഷയം എന്നാൽ എന്തെന്ന് പറയുന്നത്. ദ അണ്ടർഗ്രൗണ്ട് വേരിയസ് ചേഞ്ചസ് ദിസ് ടൈം നോക്കാം. എന്താണ് പറയുന്നത്? ഡിസിൻറ്റഗ്രേഷൻസ് ഓർ ഡീകമ്പോസിഷൻസ് ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. അതായത് എന്താണ് വെതറിങ് എന്നറിയപ്പെടുന്നത്? ഇത്തരത്തിൽ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ടോ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത് അപക്ഷയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ സച്ച് ഡിസിൻറ്റഗ്രേഷൻസ് ഓർ ഡീകമ്പോസിഷൻസ് ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് വെതറിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ടോ 3 ടൈപ്സ് മൂന്നായിട്ട് എന്ത് ചെയ്യാം തരംതിരിക്കുക. ഏതൊക്കെയാണ് പറയുന്നത്? ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. എന്താണ് ഭൗതിക അപക്ഷയമെന്നും എന്താണ് അതിൻ്റെ രാസകീയ അപക്ഷയമെന്നും അത് കഴിഞ്ഞ് ജൈവിക അപക്ഷയം എന്നാൽ എന്തെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓഫ് വെതറിങ്ങിനെ കുറിച്ചാണ് 3 തരത്തിലുള്ള അപക്ഷയങ്ങൾ ആദ്യം പറഞ്ഞു. ഫിസിക്കല്, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. എന്താണ് ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം എന്നറിയപ്പെടുന്നത്? താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. അതായത് നമ്മുടെ ഈ രാത്രികാലങ്ങളിൽ റോക്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിള്ളലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് മഴത്തുള്ളികൾ നിറയുകയും അത് രാത്രികാലങ്ങളിൽ തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഐസ് ക്യൂബായിട്ട് മാറുകയും ചെയ്യുന്നു. അതായത് ജലത്തെക്കാളും കൂടുതൽ സ്പേസ് എന്തിനു വേണം? നമ്മുടെ ഐസ് ക്യൂബിന് വേണം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു സ്പ്ലിറ്റ് ആവുന്നുണ്ട്, എക്സ്പാൻഷൻ ആവുന്നു. അപ്പോൾ നോക്കിയോ, ദ എക്സ്പാൻഷൻസ് ആൻഡ് കോൺട്രാക്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ ദ വെതറിങ്സ്. ഡിസിൻറ്റഗ്രേഷൻസ് ആൾസോ ഒക്കറിങ് ഡ്യൂ ടു ദ ഫ്രീസിങ് ഓഫ് വാട്ടർ ഈസ് എന്തെന്നറിയപ്പെടുന്നത് ഫ്യൂസർ ഓഫ് എ റോക്സ്. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഭൗതിക അപക്ഷയം എന്നെന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ് കെമിക്കൽ വെതറിങ് എന്നറിയപ്പെടുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായിട്ടുള്ള വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്റ്റഡ് വിത്തിൻ ദ മിനറൽസ് ആൻഡ് റിസൾട്ട് ഓഫ് എ കെമിക്കൽ ഡെപ്പോസിഷൻസ് ഓഫ് റോക്സ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസമാണ് കെമിക്കൽ വെതറിങ്ങിന് പ്രധാനമായിട്ടും കാരണമാകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് എന്താണ് ബയോളജിക്കൽ വെതറിങ് എന്നറിയപ്പെടുന്നത്? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് മാളങ്ങൾ ഉണ്ടാക്കുകയും സസ്യജന്തു അവശിഷ്ടങ്ങളും ജീർണനവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിന് എന്ത് ചെയ്യുന്നുണ്ട് കാരണമാകുന്നുണ്ട്. ദ പ്ലാന്റ് റൂട്ട്സ് എന്തെന്നറിയപ്പെടുന്നത് പെനിട്രേറ്റിംഗ് into the fissures in rocks, പിന്നെ borrowing പിന്നെ of animals and the decompositions of plant and animals remains led
to weatherings. Apart from the human activities such as minerals, പിന്നെ quarrying also led to the weatherings. മിനറൽസും പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു കോറികളിൽ എന്ത് ചെയ്യുന്നു പാറ പൊട്ടിക്കൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഖനനം തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യ പ്രവർത്തനങ്ങളാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ബയോളജിക്കൽ വെതറിങ് എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് ബയോളജിക്കൽ വെതറിങ് എന്നറിയപ്പെടുന്നത്? പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫീസിയോർസ് ഇൻ റോക്സ്, പിന്നെ പറയാം ബോറോയിങ് ഓഫ് അനിമൽസ് ആൻഡ് ഡീകമ്പോസിഷൻസ് ഓഫ് എ പ്ലാന്റ് ആൻഡ് animals remains led to the weatherings. Apart from the human activities such as the mining and quarrying led to the weatherings. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഖനനങ്ങളിലൂടെയും പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഖനനങ്ങളും അതുപോലെ തന്നെ പാറ പൊട്ടിക്കുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വെതറിങ് എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കും. അപ്പോൾ 3 ടൈപ്സ് ഓഫ് വെതറിങ്ങിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളടുത്ത് പറയാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് സോയിലിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സോയിൽ രൂപപ്പെടുന്നത്, സോയിൽ രൂപപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പരിസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് മണ്ണ് രൂപം പ്രാപിക്കുന്നത്. ദ സോയിൽ വെൻ സീ today is formed by the prolonged process like weatherings of rocks and decompositions of organic matter. It is estimated that more than 1,000 years of required for the formations of inch thick layers of soil. അതായത് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട് പൊടിഞ്ഞ് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട് ദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം എന്ത് ചെയ്യുന്നുണ്ട് വർഷങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സോയിൽ എന്നറിയപ്പെടുന്നത്? ദ സോയിൽ we see today is formed by the prolonged processing like weatherings of rocks and decompositions of organic matter. ഓർഗാനിക് മാറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം അപക്ഷയം സംഭവിച്ചാണ് എന്ത് ചെയ്യുന്നത് റോക്സ് അല്ലെങ്കിൽ സോയിൽ എന്ത് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് that more than thousands of years required for formations of the inch thick layers of soil. അതായത് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള മണ്ണ് രൂപം പ്രാപിക്കണമെങ്കിൽ ഒത്തിരി വർഷത്തെ എന്ത് ചെയ്യുന്നുണ്ട് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്, പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സോയിൽ രൂപപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അതായതൊക്കെ ആദ്യം പറഞ്ഞത് ആ ഫ്ലോ ചാർട്ട് നോക്കി അറിയാൻ പറ്റും. ക്ലൈമറ്റ് കാലാവസ്ഥ, ഭൂപ്രകൃതി, പിന്നെ അത് സസ്യങ്ങളും ജന്തുക്കളിലൂടെയും രൂപമാറ്റം സംഭവിക്കാം. പിന്നെ പറഞ്ഞതാണ് മാതൃശിലകളിലൂടെ സമയം. ഇത്രയും ഘടകങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സോയിലിന് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത്രയും ഘടകങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രമേ സോയിൽ എന്ത് ചെയ്യുള്ളൂ ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ക്ലൈമറ്റ് സോയിൽ ഫോർമേഷൻസ് വിൽ ബി എ സ്ലോ ഇൻ ദ കോൾഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്? സോയിൽ ഫോർമേഷൻസ് വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് രൂപീകരണം സാവധാനത്തിലായിരിക്കും. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്ന എന്ത് ചെയ്യുന്നത് വളരെയധികം സാവധാനത്തിലായിരിക്കും. അടുത്ത ഭൂപ്രകൃതി ടോപ്പോഗ്രാഫി എന്നറിയപ്പെടുന്നത് സോയിൽ വിൽ ബി എ തിൻ അലോങ് ദ സ്റ്റെപ്പ് സ്ലോപ്സ്. അതായത് ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിന് കനം എന്ത് ചെയ്യുന്നുണ്ട് കുറവായിരിക്കും. പ്ലാന്റ് ആൻഡ് ആനിമൽസ് അല്ലെങ്കിൽ സസ്യങ്ങളും ജന്തുക്കളെയും കുറിച്ചാണ് പറഞ്ഞത്. ദ ആസിഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിക്കേയിങ് ദ പ്ലാന്റ് ആൻഡ് ആനിമൽസ് കോസിങ് ഓഫ് വെതറിങ്സ് ഓഫ് റോക്സ്. അതായത് സസ്യങ്ങളും ജന്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട് അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞത് മാതൃശില എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് മാതൃശില എന്നറിയപ്പെടുന്നത്? ദ മിനറൽസ് ഇൻ ദ സോയിൽ ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് എ സോയിൽ
depending on the rocks formed which it is formed. അതായത് എന്താ പറയുക, മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്തെന്നറിയപ്പെടും മാതൃശിലകൾ. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നറിയപ്പെടുന്നത് നമ്മുടെ മാതൃശില എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് പാരന്റ് റോക്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് ടൈം, സമയമാണ്. The thickness and structure of a soil depends on the time taken for its formations. മണ്ണിൻ്റെ ഘനവും കാഠിന്യവും അതിൻ്റെ രൂപം കൊള്ളുന്നതിനോടെടുക്കുന്ന സമയവും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 5 ഘടകങ്ങളും ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്, മണ്ണിന് എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോയിൽ ഫോർ സസ്റ്റെയിൻസ്, അതായത് മണ്ണ് ജീവൻ്റെ നിലനിൽപ്പാണ്. സോയിൽ ഫോർ എന്താണ്, സസ്റ്റെയിൻസ്. ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ജൈവപരമായിട്ടുള്ള ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ള മണ്ണിന് അല്ലെങ്കിൽ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണം, സോയിൽ എങ്ങനെയാണ് കൂടുതലായിട്ടും നശിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടും പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ചെയ്തു അമിതമായിട്ടുള്ള ഉപയോഗമാണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് നശിക്കുന്നില്ല, അത് ഭൂമിക്ക് എന്ത് ചെയ്യുന്ന ഒരു ഭാരമായിട്ട് നിൽക്കുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി ഫെർട്ടിലിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇപ്പം നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്സ് പ്ലാസ്റ്റിക് കാസ്റ്റ് സോയിൽ പൊല്യൂഷൻസ്. സോയിൽ പൊല്യൂഷൻ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്നറിയപ്പെടുന്നത് പ്ലാസ്റ്റിക്കാണ്. അത് കഴിഞ്ഞ് പറയും മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള ഉപയോഗങ്ങളാണ്. നമുക്കറിയാൻ പറ്റും നമ്മുടെ വയലുകളിലൊക്കെ കൂടുതലായിട്ട് ഫലപുഷ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൃഷിക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിന് വിളവുകൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, നേട്ടത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും, അമിതമായിട്ടുള്ള എന്ത് ചെയ്യുന്നു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് എന്ത് ചെയ്യുന്നു സ്ട്രക്ചർ ഓഫ് എ സോയിലിൻ്റെ എന്ത് ചെയ്യുന്നു സ്ട്രക്ചർ മാറ്റുന്നു. എന്തിൻ്റെ ഉപയോഗത്തോടു കൂടി, ഓവർ യൂസ് ഓഫ് എ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മണ്ണിൻ്റെ സ്ട്രക്ചർ ഘടനയ്ക്ക് എന്ത് ചെയ്യുന്നു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് അൺസാറ്റിസ്ഫൈഡ് കൺസ്ട്രക്ഷൻസ് ആൻഡ് കോറിങ്. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണങ്ങളും ഖനനങ്ങളും കൊണ്ട് എന്ത് ചെയ്യുന്നു കാരണമാകുന്നു. യൂസ് ഓഫ് എ അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. വൻതോതിൽ മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മലിനജലം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോയിങ് എ വേസ്റ്റ് വാട്ടർ ഇൻ ടു എ സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. ആ വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അതിന് മുന്നേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് എ അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. അതായത് കൃഷിഭൂമി എന്ത് ചെയ്യുന്നു, കർഷകേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. കർഷകർക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനല്ലാതെ വേറെ പല രീതികളിലും എന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവസാനം പറഞ്ഞത് അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കന്നുകാലി മേക്കൽ. അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കന്നുകാലികൾ എന്ത് ചെയ്യുന്നുണ്ട് മേക്കുന്നു, ഓവർ ഗ്രേസിങ്സ്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞുതരാം, മണ്ണിൻ്റെ ഫലപുഷ്ടി അല്ലെങ്കിൽ മണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് പോലുള്ള ഒരിക്കലും നശിക്കാത്ത എന്ത് ചെയ്യുന്നുണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അത് മണ്ണിലേക്ക് വലിച്ചെറിയുകയും അത് നശിക്കാതെ മണ്ണിൻ്റെ ഫലപുഷ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ണൊന്നിനും ഉപയോഗിക്കാത്ത രീതിയിലോട്ട് നമ്മൾ പിന്നീട് നമ്മുടെ ഭാവി തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അല്ലെങ്കിൽ ഭാവി തലമുറ ഒരു തിരിച്ചടിയാവുന്നുണ്ട്. അത് കഴിഞ്ഞും ഓവർ യൂസ് ഓഫ് എ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആൾട്ടർ ഇൻ എ സ്ട്രക്ചർ ഓഫ് സോയിൽ. അമിതമായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിൻ്റെ ഫലപുഷ്ടി നശിക്കുന്നുണ്ട്. പിന്നെ അശാസ്ത്രീയപരമായും നിർമ്മാണം, ഖനനം തുടങ്ങിയവ അൺസാറ്റിസ്ഫൈഡ് കൺസ്ട്രക്ഷൻ ആൻഡ് കോറോയിങ്. പിന്നെ യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. പിന്നെ എന്ത് ചെയ്യുന്നു, കൃഷിഭൂമി കൃഷിയിതര ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റ് വാട്ടർ ഇൻ ടു എ
സോയിൽ ഓൺ ദ ലാർജ് സ്കെയിൽ. അമിതമായിട്ട് എന്ത് ചെയ്യും, ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? വേസ്റ്റ് വാട്ടർ, അഴുക്ക വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നു, വൻതോതിൽ മണ്ണിലേക്ക് ഒഴുകിവിടുന്നത് മണ്ണിൻ്റെ ഫലപുഷ്ടത എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞെന്താണ്? ഓവർ ഗ്രേസിങ്, അല്ലെങ്കിൽ എന്തെന്നറിയാം, അമിതമായ കന്നുകാലി മേഖല എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിൻ്റെ ഫലപുഷ്ടത എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട്. അത് കഴിഞ്ഞ് പറഞ്ഞത് മണ്ണിനെ നമുക്ക് ഇങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ആ പോയിന്റ് നോക്കി അറിയാൻ പറ്റും. ചെക്ക് ഡീഫോറസ്റ്റേഷൻ, അതായത് എന്ത് ചെയ്യുക, വനനശീകരണം തടയുക. പിന്നെ പറഞ്ഞ ക്രോപ്പ് റൊട്ടേഷൻസ്, അല്ലെങ്കിൽ എന്താണ്, വിള പരിവൃത്തി. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്? ടെറൈസിങ് ദ ഫാമിങ് അലോങ് ദ ഹിൽ സ്ലോപ്സ്, അതായത് മലഞ്ചെരുവുകളിൽ എന്ത് ചെയ്യുക, തട്ട് കൃഷികൾ എന്ത് ചെയ്യുക, നടത്തുക. പിന്നെ പറഞ്ഞെന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, നമ്മുടെ തടയണകൾ എന്ത് ചെയ്യുക, നിർമ്മിക്കുക. എന്നതിലൂടെയൊക്കെ നമുക്ക് മണ്ണിനെ എന്ത് ചെയ്യാം, സോയിലിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം, സംരക്ഷിക്കാൻ കഴിയുന്നു. ഒരിക്കലും ഞാൻ പറഞ്ഞാൽ ചെക്ക് ഡീഫോറസ്റ്റേഷൻസ്, അല്ലെങ്കിൽ വനനശീകരണം എന്ത് ചെയ്യുക, തടയൽ. പിന്നെ എന്താ പറയുക, ക്രോപ്പ് റൊട്ടേഷൻ, വിള പരിവർത്തനം. പിന്നെ പറഞ്ഞത് എന്താ പറയുക, ടെറൈസിങ് ദ ഫാമിങ് അലോങ് ദ ഹിൽസ് സ്ലോപ്സ്, മലഞ്ചെരുവുകളിൽ എന്ത് ചെയ്യുക, തട്ടുകൃഷികൾ നടത്തുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് എ ചെക്ക് ഡാമുകൾ എന്ത് ചെയ്യുക, നിർമ്മിച്ചു കഴിഞ്ഞാൽ ജലം കൂടുതലായിട്ട് കിട്ടുകയും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി എന്ത് ചെയ്യാം, സംരക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്.